ഭഗവാൻ കൃഷ്ണൻ ഒരു പേര് മാത്രം അല്ല, മറിച്ച് അതൊരു ദാർശനികത കൂടിയാണ്. അതൊരു ശക്തിയാണ്. അതൊരു ജീവിത പാതയാണ്. ആ വഴിയിൽ നടന്നാൽ പോലും നമ്മൾ വിജയിക്കുമെന്നത് നിശ്ചയമാണ്. വാസുദേവന്റെ പുത്രനായ കൃഷ്ണൻ ജന്മത്തിൽ രാജകുമാരൻ, ബാല്യത്തിൽ ഇടയൻ, യൗവനത്തിൽ നേകനും സർവ്വലോകത്തെയും ആധ്യാത്മികമായി ഉണർത്തിയ ഗുരുവുമാണ്. വാസുദേവ കൃഷ്ണൻ നമ്മോട് പറയുന്നത് ശ്രവിച്ചാലും നിന്റെ കടമ നീ ചെയ്യുക, ഫലത്തെ നീ ആശ്രയിക്കേണ്ടതില്ല. കുരുക്ഷേത്രം യുദ്ധഭൂമിയായിരുന്നു. പക്ഷേ ആ യുദ്ധം ജയിച്ചത് വാളുകൾ കൊണ്ടല്ല. അഹങ്കാരത്തെയും അജ്ഞതയും തകർക്കാൻ കൃഷ്ണൻ ഉപയോഗിച്ചത് ബുദ്ധിയായിരുന്നു. കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്യുകയോ യുദ്ധഭൂമിയിൽ ആയുധം എടുക്കുകയോ ചെയ്തില്ല. എങ്കിലും ലോകത്തെ ഏറ്റവും വലിയ യുദ്ധത്തിന്റെ പിറകിൽ അതിന്റെ ഹൃദയമിടിപ്പായിരുന്നത് കൃഷ്ണനായിരുന്നു. കൃഷ്ണൻ ബോധിപ്പിച്ചത് ആത്മധൈര്യമാണ്. കൃഷ്ണൻ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ശരിയെന്ന് തോന്നുന്ന വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ഒരിക്കൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നിന്റെ കൈവശമുള്ളത് ചെയ്യുക, ജയവും പരാജയവും എനിക്ക് വിട്ടുതരിക. ഇത് ഓരോ മനുഷ്യനും ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. നാം ഏറ്റെടുക്കുന്ന ഓരോ ചെറിയ ശ്രമത്തിനും പിന്നിൽ ദൈവിക ശക്തിയുണ്ട്. അതിന് കാത്തിരിക്കുന്ന ഫലത്തെക്കാൾ ഉയർന്നത് അതിലേക്കുള്ള നമ്മുടെ ശ്രമമാണ്. ആ ചിന്തയാണ്, ആ ധൈര്യമാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഒരു ദേശീയ നായകനല്ല, അദ്ദേഹം ഓരോ ഹൃദയത്തിലുമുള്ള ആത്മവേദനയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ആത്മബലമാണ്. ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിനായി എഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങളും ജീവിതത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് വീരന്മാരായി ഉയർന്നു വരണം. ഇനി പിന്നോട്ടില്ല, മുന്നോട്ട് മാത്രം. സുഖദുഃഖം, ലാഭനഷ്ടം, വിജയ പരാജയം എല്ലാം ഒരുപോലെ നോക്കുക. അപ്പോഴാണ് നിനക്ക് കർമ്മഫലത്തിൽ കുടുങ്ങാതെ ധാർമ്മികമായി ജീവിക്കാൻ കഴിയുന്നത്. ജീവിതം എല്ലായ്പ്പോഴും ജയം തന്നെയാവില്ല. പ്രശ്നങ്ങളെയും വിജയങ്ങളെയും ഒരുപോലെ എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ പഠിച്ചാൽ മനസ്സിന്റെ തുല്യത നിനക്ക് താങ്ങാകും. അദ്ദേഹത്തെ ആരാധിക്കുക എന്നതിനും അപ്പുറം അദ്ദേഹത്തെ മാതൃകയാക്കുക. അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ, മനസ്സിനെ ജയിച്ചാൽ ഈ ലോകം തന്നെ നമുക്കായി മാറും. കൃഷ്ണൻ നിനക്ക് ഉള്ളിൽ തന്നെയാണ്. അവനെ കേൾക്കുക, കാണുക, ജീവിക്കുക. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ കൃഷ്ണനായി നിന്ന് പോരാടുക. കൃഷ്ണൻ നിനക്ക് ഉള്ളിൽ തന്നെയാണ്. അവനെ കേൾക്കുക, കാണുക, ജീവിക്കുക. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ കൃഷ്ണനായി നിന്ന് പോരാടുക.